നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോ ചെയ്യാം. ഒരു തമിഴ് ബ്രാഹ്മണ വീടുകളിൽ ചെയ്യുന്ന ഒരു പൊരിയലാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. പൊരിയലിൻ്റെ പേര് നീതി വന്ത പൊരിയൽ എന്നാണ്. ആ ഒരു പൊരിയലാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിലേക്ക് ആവശ്യമായി ഒരു 50 ഗ്രാം പടവലങ്ങ എടുത്തിട്ടുണ്ട്, 50 ഗ്രാം ക്യാരറ്റ്, 50 ഗ്രാം ഉരുളക്കിഴങ്ങ്, 50 ഗ്രാം സവാള എന്നിവയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് സാധനമുണ്ടോ അതെടുത്തോളൂ. അത് വെച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണെന്ന് വരൂ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാനിലേക്ക് ഒരു 5 മില്ലി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽ മുളകും ഇട്ട് നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നന്നായി ഫ്രൈ ആയി കഴിഞ്ഞു ഇതിലേക്ക് സവാള ഇട്ട് വഴറ്റുക. ആദ്യം സവാള ഇട്ട് വേണം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാൻ. അതിനുശേഷം വേണം മറ്റ് ചേരുവകൾ ചേർക്കുക. ഇതേപോലെ സവാളയൊന്ന് വഴറ്റി കൊടുക്കുക നീതി വന്ത പൊരികൾ തയ്യാറാക്കുന്നതിനായി. സവാളയൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റ് ചേരുവകൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. പടവലങ്ങ, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് എന്നിവയിട്ട് വീണ്ടും നന്നായി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ആദ്യം നല്ല കളർഫുള്ളായിട്ടുള്ളൊരു പൊരിയലാണ്. ഇതിലേക്ക് നമുക്ക് കല്ലുപ്പിട്ട് കൊടുക്കുക, മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായി നമുക്കൊന്ന് ഇളക്കാം. ഇത് ശരിക്കും അടച്ച് വെച്ച് വേവിച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് സംശയം തോന്നും ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് കിട്ടുമെന്ന്. ഇതിലേക്ക് ഒട്ടും വെള്ളം ഒഴിക്കേണ്ട. ഞാൻ കാണിക്കാം. ഒരു പ്ലേറ്റ് വെച്ച് നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. കല്ലുപ്പിടുന്നത് കൊണ്ട് വെള്ളം നന്നായിട്ട് അതിൽ ഊറി വരും. അതുകൊണ്ടാണ് നമ്മൾ കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും പൊടിച്ചിട്ടിടുന്നതിനെക്കാട്ടിലും കല്ലുപ്പിടണം എന്ന് പറയുന്നത്. ഇനി അടുപ്പൊന്ന് സിമ്മാക്കുകയാണ്. അതിനുശേഷം ഞാൻ അടച്ച് വെക്കാം. അടുപ്പ് സിമ്മാക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് നന്നായി ഒന്ന് അടച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കാം. 5 മിനിറ്റായി. ഇനി ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം. വേണ്ട, പകുതി വെന്ത് കഴിഞ്ഞു. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല. ഒട്ടും വെള്ളം വേണ്ട. ആ ചൂടോടെ ഇരുന്ന് തന്നെ വേവും. അതാണ് ഈ ഒരു പൊരിയലിൻ്റെ പ്രത്യേകത. ഇനി വീണ്ടും അതേപോലെ സിമ്മിലൊരു 5 മിനിറ്റും കൂടി അടച്ചു വെച്ചാൽ മതി കേട്ടോ. വീണ്ടും ഒന്നും കൂടി നമുക്കൊന്ന് അടയ്ക്കും. കണ്ടോ, നല്ല പോലെ വെന്ത് കഴിഞ്ഞു. അതേപോലെ അടിയിലൊട്ടും പിടിക്കത്തുമില്ല. നോക്കും കണ്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. പൊരിയലിന് ആവശ്യമായി 100 ഗ്രാം നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക. അല്പം ജീരകവും കൂടി ഇട്ട് മിക്സിയിലിട്ട് നന്നായി ഒന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അരച്ച് നാളികേര മസാലയും കൂടി ചേർത്ത് ഇളക്കി കഴിയുമ്പോൾ നമ്മളുടെ സ്പെഷ്യൽ പൊരിയൽ തയ്യാറായി കഴിഞ്ഞു. വേണ്ട, അപ്പോൾ വേഗം തയ്യാറാക്കാവുന്ന ഒരു പൊരിയലല്ലേ മീതി വന്ത പൊരിയൽ. അപ്പോൾ എല്ലാവരും ഈ മീതി വന്ത പൊരിയൽ തയ്യാറാക്കി നോക്കുക. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.